ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഹെവി ഡ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡെക്കാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 6cc എന്ന് പറയുന്ന വെർട്ടിക്കൽ ഓപ്പൺവെൽ സബ്മേർസിബിൾ പമ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 1996 ഈ മോഡൽ പമ്പുകൾ ഡെക്കാൻ എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. അന്ന് മുതൽ മറ്റു ഒരുപാട് കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾ, വില കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള പല ബ്രാൻഡുകൾ വന്നുപോയി, പല മോഡലുകൾ വന്നു പോയെങ്കിലും അന്ന് മുതലേ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പമ്പ്, ഏറ്റവും കംപ്ലൈൻറ്റ് കുറഞ്ഞതും ഏറ്റവും ഹെവി ആയിട്ട് ബിൽഡ് ചെയ്ത ഒരു പമ്പ് എന്നുള്ളൊരു പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും അതിന് മറ്റൊരു കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾ ഇല്ല, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് മെയിനായിട്ട് 6cc Sub-Sevak എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നോർമൽ നമ്മൾ കണ്ടിരിക്കുന്ന വെർട്ടിക്കൽ പമ്പുകളെല്ലാം 5 ഇഞ്ചിൻ്റെ മോട്ടറും 4 ഇഞ്ചിൻ്റെ പമ്പ് എന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനിലായിരിക്കും വരിക. ഇത് 6 ഇഞ്ചിൻ്റെ പമ്പും 6 ഇഞ്ചിൻ്റെ മോട്ടറും, അതായത് മോട്ടറും 6 ഇഞ്ചാണ്, പമ്പും 6 ഇഞ്ചാണ്. ഇതിൻ്റെ ഡെലിവറി സൈസ് ഏറ്റവും മിനിമം വരുന്ന 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തൊട്ട് മേലോട്ടുള്ള ഹൈ ഡിസ്ചാർജ് പമ്പുകളാണ് വരുന്നത്. അതിൽ 1.5 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 2.5 ഇഞ്ച് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് 1 HP, 1.5 HP, 2 HP, 3 HP റേഞ്ചിലാണ് വരുന്നത്. അതിലെല്ലാം തന്നെ ഏതൊക്കെ മോഡലുകൾ സിംഗിൾ ഫേസിലുണ്ടോ ആ മോഡലുകളെല്ലാം തന്നെ 3 ഫേസിലും അവൈലബിൾ ആണ്. ഇനി വെർട്ടിക്കൽ പമ്പുകൾ വയ്ക്കാൻ നേരത്തെ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് പറയുന്നത്, ഈ പമ്പുകളുടെ ഇപ്പോൾ അടിയിൽ മോട്ടർ വന്നിട്ട് മേളിൽ പമ്പ് വരുന്നു, ഈ സൈഡിൽ നിന്ന് ഈ സ്റ്റെയിനർ കൊടുത്തേക്കുന്നിടത്തു നിന്നാണ് അതിൻ്റെ സെക്ഷൻ വെള്ളം വലിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രയും പൊക്കമുള്ള വെള്ളമല്ലേ നമുക്ക് അടിച്ച് പറ്റിക്കാൻ പറ്റുള്ളൂ, മിനിമം വാട്ടർ ലെവൽ ഇത്ര വേണ്ടേ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഇത് മൊത്തം മുങ്ങി കിടക്കേണ്ട ആവശ്യമില്ല, ഈ സ്റ്റെയിനറിൻ്റെ മേളിൽ മാത്രം മുങ്ങി കിടന്നാൽ മതി. ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാം. ഇത് മറിച്ചിട്ട് നേരെ വയ്ക്കാൻ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാവുന്ന മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ലെവൽ കുറവുള്ള പരന്ന സ്ഥലങ്ങളിൽ വാട്ടർ ലെവൽ കുറവാണെങ്കിലും ജസ്റ്റ് ഈ മോട്ടർ മറിച്ചിട്ട് അടിയിൽ നിന്ന് ചെളി കയറാത്ത രീതിയിൽ ചെറിയൊരു സ്റ്റാൻഡ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവൽ കുറവുള്ള സ്ഥലത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ Sub-Sevak സീരീസിൽ വരുന്ന പമ്പുകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഹൈ ഡിസ്ചാർജ് ആണ്. ഏറ്റവും ചെറിയ സൈസ് 1.5 ഇഞ്ചാണെന്നും പറഞ്ഞു. നമ്മൾ ഇന്ന് ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തേക്കുന്ന ഈ സ്പെസിഫിക് മോഡൽ 1.5 HP 1.5 ഇഞ്ച് ഡെലിവറി സൈസിൽ 6 സ്റ്റേജ് വരുന്ന പമ്പാണ്. അതായത് 6 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറുകളാണ് ഇതിനുള്ളത്. സാധാരണ വരുന്ന വെർട്ടിക്കൽ പമ്പുകൾ നൊറയിലാണ് വരിക. ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും ഇതിൻ്റെ ഇമ്പലർ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത്, ഈ 1.5 HP ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത് 20 മീറ്റർ മുതൽ 48 മീറ്റർ വരെയാണ്. 20ാമത്തെ മീറ്ററിൽ ഒരു മണിക്കൂറിൽ 8400 ലിറ്റർ വെള്ളവും, മാക്സിമം ഹെഡ് 48 മീറ്ററിൽ 2400 ലിറ്റർ ഡിസ്ചാർജ് ഇതിന് കിട്ടും. ഇതിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് വീഡിയോയും മറ്റു കാര്യങ്ങളും, കറണ്ട് കൺസപ്ഷൻ, ഡിസ്ചാർജ് എല്ലാം ആണ് നമ്മുടെ ഇന്ന് ടെക്നീഷ്യൻ ബിനിച്ചേട്ടനായിരിക്കും നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന Sub-Sevakനെ കുറിച്ചുള്ള വിവരങ്ങൾ എൽദോസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ മോട്ടറിൻ്റെ ഡിസ്ചാർജ്, അതിൻ്റെ റേഞ്ചുകൾ, ഏതൊക്കെ റേഞ്ചിലാണ് അവൈലബിൾ ആവുന്നത്, എത്ര ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് ഇറിഗേഷൻ പർപ്പസിലേക്ക് ഇതുപോലെ നല്ല ഡിസ്ചാർജുള്ള പമ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെന്തുകൊണ്ടും അനുയോജ്യമായൊരു പമ്പാണ് 15D6 എന്ന് പറഞ്ഞ ഈ മോഡൽ. കാരണം സാധാരണ പമ്പുകളെ വരുന്നത് നൊറയിൽ ഇമ്പലറാണ്. അപ്പോൾ ഒരല്പം മണലോ പൊടിയോ എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇമ്പലർ ജാമാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇത് SS ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. SS ഇമ്പലർ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടും. അതുപോലെ ഹൈ ഡിസ്ചാർജ് ഉണ്ട്. അങ്ങനെ കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്, മറ്റ് പമ്പുകളെ അപേക്ഷിച്ച് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഈ പമ്പിന് മറ്റൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ വാട്ടർ ലെവൽ കുറേ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ പമ്പുകളും വെർട്ടിക്കലായിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഈ പമ്പ് വെർട്ടിക്കലായും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തിരി വെള്ളം, ഒരടിയോളം വെള്ളം നമ്മുടെ കുളത്തിലോ അല്ലെങ്കിൽ തോട്ടിലോ ഉള്ളുവെങ്കിലും ഈ പമ്പ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് നമുക്കിതിന് കമ്പനി പറഞ്ഞിരിക്കുന്ന SS ഇമ്പലറൊക്കെ കറക്റ്റാണോ, അതിൻ്റെ ഡിസ്ചാർജ് പറയുന്ന റേഞ്ചിലുണ്ടോ, ഹെഡ് എത്തുന്നുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ പമ്പ് നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമ്മുടെ സമയപരിധിക്ക് അനുസരിച്ച് നമ്മളിതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അകത്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പമ്പിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ സ്റ്റെയിനർ അഴിക്കണം. ഇത് എല്ലാവരും ചോദിക്കാനുള്ളൊരു കാര്യം, ഇത് എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന്. പക്ഷേ ഇപ്പോൾ സാധാരണ എല്ലാതും നമുക്ക് ഐ ബോൾട്ട് കാണാം. ഇതിനകത്ത് ഈ സ്റ്റെയിനർ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഐ ബോൾട്ട് വിസിബിൾ ആവുള്ളൂ. ഇതാണ് വെള്ളം ഒഴിക്കേണ്ട നെറ്റ്. ഈ നെറ്റ് അഴിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നമുക്കടുത്ത് വെള്ളം ഒഴിക്കാം. രണ്ട് സൈഡിലെയും ബോൾട്ടുകൾ മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അല്ലെങ്കിൽ ഇതിനകത്ത് എയർ കോളം റിമൂവ് ആവില്ല, ഉദ്ദേശിച്ച രീതിയിൽ വെള്ളം ഫില്ലാവുകയില്ല. അപ്പോൾ കമ്പനി വെള്ളം ഒഴിക്കാനായിട്ട് അതിൻ്റെ ഒരു കുനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ ചോർപ്പ് എന്നൊക്കെ പറയും. ഏകദേശം 2 ലിറ്റർ വെള്ളം, 2.5 ലിറ്റർ വെള്ളത്തോളം ഇതിനകത്ത് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ മോട്ടർ വെള്ളത്തിലേക്ക് ഇടുവാണ്. അതെ, നമ്മുടെ കമ്പനി എക്സിക്യൂട്ടീവ് ദീപേഷ് സാറാണ് മോട്ടറിൻ്റെ ചോടി പിടിച്ചിരിക്കുന്നത്. എല്ലാ അനുഗ്രഹാശിസുകളോടെ
മോട്ടർ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മളുടെ മോട്ടർ നമ്മൾ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. മോട്ടർ സ്റ്റാർട്ടിങ് എടുക്കുന്ന ആംബിയർ എത്രയാണ്, ലോഡിങ്ങിൽ ഓരോ ഹെഡ് റേഞ്ച് വരുമ്പോഴെടുക്കുന്ന എടുക്കുന്ന ആംബിയർ എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺ ചെയ്യും. ഇതാണ് നോ ലോഡിൽ ഫുൾ ഡിസ്ചാർജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ്. ആ ലോഡിൽ തന്നെ ഇപ്പം അതായത് ഈ പമ്പ് 1.5 ഇഞ്ച് ഡെലിവറി ആണ്. അത് 1 ഇഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു കുറച്ച് പ്രഷർ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 10.2 ഈ മോട്ടർ എടുക്കുന്ന ആംബിയർ. ഇനി നമുക്കത് അതിൻ്റെ നോർമൽ ഹെഡ് റേഞ്ചിലേക്ക് ലോഡ് ചെയ്യാം. ഇതിലേക്കൊന്ന് ഗേജ് ഇപ്പോൾ ഒരു 10 മീറ്ററിന് മുകളിലാണ്. ഇനി ഞാനത് പമ്പിനെ ലോഡ് ചെയ്യുകയാണ്. മിനിമം 20 മീറ്റർ ഹെഡ്. 20 മീറ്ററിലപ്പോൾ ആംബിയർ നോട്ട് ചെയ്തേ. 20 മീറ്ററിൽ 10.5 ആ പമ്പിൻ്റെ നോർമൽ ലോഡിങ് ആംബിയർ നിൽക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഇപ്പം 40 മീറ്റർ ഹെഡിലേക്ക് പമ്പ് എത്തി. ആംബിയർ അവിടെ റേഞ്ച് കുറഞ്ഞ് 9.6ലേക്ക് ഇപ്പോൾ ഇത് ആംബിയർ താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ 40 മീറ്റർ ഹെഡിലാണ് പമ്പ് വർക്ക് ചെയ്യണത്. ഈ പമ്പിൻ്റെ മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇതിന് വെള്ളം എത്തിക്കാൻ കഴിയുന്നത് 50 മീറ്റർ വരെ ഈ മോട്ടറിന് വെള്ളം എത്തിക്കാൻ കഴിയും. ഷട്ട് ഓഫ് ഇത് 50 മേളിൽ ഷട്ട് ഓഫ് ആവും. 50 മീറ്റർ ഹെഡിൽ ഈ പമ്പിന് ഇപ്പോൾ ഈ ഡിസ്ചാർജ് കിട്ടുന്നതാണ്. നാൽപ്പത് മീറ്റർ ഹെഡിൽ ഇതിന് 45-ൽ 2800 ലിറ്റർ വെള്ളമാണ് ഈ പമ്പിന് ലഭിക്കുന്നത്. മിനിമം ഹെഡായി 20-ൽ 8400. മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഡിസ്ചാർജ് ഇത് തരുന്നുണ്ട്. 20 മീറ്റർ ഹെഡിൽ 8000 ലിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഡിസ്ചാർജ് തന്നെയാണ്. അതുപോലെ 45 മീറ്ററിൽ 2800 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞ് നല്ല ഒരു റേഞ്ചിൽ തന്നെ ഡിസ്ചാർജ് ഉള്ള പമ്പാണ്. അപ്പോൾ ഇത് കൃഷി ആവശ്യങ്ങൾക്കാണേലും ഡൊമസ്റ്റിക് പർപ്പസ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വളരെ സ്യൂട്ടബിളായൊരു പമ്പാണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ 20 രൂപയ്ക്ക് മുകളിലാണ് വരുന്നത്. 20,000 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ വരുന്നത്. പക്ഷെ അന്നേരം അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാ പമ്പിനുണ്ട്. കാരണം SS ആണ് ഇമ്പല്ലർ. അതുപോലെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാം. അതുപോലെയാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതി. അതുപോലെ സ്പ്രിങ്ക്ലർ അങ്ങനെയുള്ള മിസ്റ്റർ സ്പ്രിങ്ക്ലർ ഇങ്ങനെയുള്ള പർപ്പസിനും ഉപയോഗിക്കാൻ തക്ക ഡിസ്ചാർജ് പമ്പ് തരുന്നുണ്ട്. സബ്മേഴ്സിബിൾ പമ്പിൻ്റെ വളരെ പ്രധാനമായിട്ടൊരു ടെസ്റ്റിംഗാണ് ബോഡി റെസിസ്റ്റൻസ്. അത് നമ്മൾ മെഗർ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്യണം. മെഗമിൽ വേണം ആ വാല്യൂ കണ്ടെത്താൻ. നമുക്ക് ഈ പമ്പിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെഗർ കണക്ട് ചെയ്തു. ഇതാ നോക്കിക്കോളൂ, റീഡിംഗ് ഉണ്ടോ. എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് വരണം. ഈ പമ്പ് ELCBയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ലീക്കേജ് വരാട്ടോ. ഇനിയിപ്പോൾ ELCBയിൽ വർക്ക് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കരുത്. നിലവിൽ ലീക്കേജ് ഇല്ല. ഇത് 100% ELCBയിൽ വർക്ക് ചെയ്യും. RCB 100% നിൽക്കുന്ന ഒരു പമ്പാണ്. അതുപോലെ നമുക്ക് ഇതിന് അഴിച്ചു പൊളിച്ച് ഇതിനകത്ത് എന്നൊക്കെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. SS ഇമ്പല്ലർ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതും ശരിയാണെന്ന് അറിയണ്ടേ. SS ആണെന്ന് കമ്പനി പറഞ്ഞെങ്കിൽ നമ്മളത് വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. ഇപ്പം നമ്മൾ അതിനെ ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുകയാണ്. ഇത് ഇമ്പല്ലർ ഇത് കമ്പനി പറഞ്ഞ പോലെ തന്നെ ഇമ്പല്ലർ SS ആണ്. ഡിഫ്യൂസർ കാസ്റ്റ് അയണുമാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് ബുഷ് വരുന്നത്. അകത്ത ബുഷുണ്ട്. ഇത് ഈ പമ്പ് കിടത്തിയിട്ടാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഈ ബുഷ് ഇവിടെ വരുന്ന കാരണമാണ്. സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള വെർട്ടിക്കൽ പമ്പുകൾക്ക് ടോപ്പിലൊരു ബുഷ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ ലോഡ് ചെയ്ത് നിൽക്കുന്ന കാരണം പമ്പ് കിടത്തിയിട്ടാലും തേയ്മാനങ്ങളൊന്നും കൂടുതൽ സംഭവിക്കില്ല. അപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ പമ്പ് അഴിക്കേണ്ട വന്നാൽ തന്നെ ഇത് മണൽ കയറും എന്തെങ്കിലും ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് ഡിസ്മാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പമ്പെല്ലാം അഴിച്ച് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇമ്പല്ലർ ഡിഫ്യൂസർ എല്ലാം നമ്മൾ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 6 സ്റ്റേജിൻ്റെ പമ്പാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 ഇമ്പല്ലർ 6 സ്റ്റേജിൻ്റെ, പിന്നെ നെറ്റ് ബോൾട്ട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ കമ്പനി പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് SS-ലാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്നെസ് ഉണ്ട് ഇമ്പല്ലറിന്. അതുപോലെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. നല്ല കറക്റ്റായിട്ടുള്ള വെൽഡിങ്, എല്ലാം നല്ല ഹെവി ആയിട്ട് തന്നെയുള്ള
ഇതാണ് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ആ ഇമ്പല്ലറിൻ്റെ ക്വാളിറ്റി. ഡെക്കാൻ്റെ 15D6 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ ഇമ്പലർ, ഡിഫ്യൂസർ, അങ്ങനെ എന്ത് രീതിയിൽ നോക്കിയാലും ഏറ്റവും ഹെവി ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ പറഞ്ഞത്. ഡെക്കാൻ്റെ പമ്പുകളുടെ പ്രത്യേകത അത് തന്നെയാണ്. കാസ്റ്റിംഗ് വെയിറ്റ് ആയിക്കോട്ടെ, യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് ഏറ്റവും ഹെവിയാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര ഇപ്പോൾ ഈ പമ്പ് നോക്കിയാൽ തന്നെ ഏകദേശം 31 കിലോ അതിന് വെയിറ്റ് വരുന്നുണ്ട്. പ്രൈസ് 22,000 രൂപയുടെ അടുത്ത് ഈ ഒരു പ്രീമിയം മോഡലിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ അവരൊരു വാല്യൂ റേഞ്ച് മോട്ടർ ഇറക്കിയെങ്കിലും അവരുടെ ഒരു പഴയ പ്രീമിയം റേഞ്ച് അല്ലെങ്കിൽ ആ പ്രതാപം കീപ്പ് ചെയ്യുന്ന ടൈപ്പ് പഴയ പമ്പുകൾ തന്നെയാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതും എപ്പോഴും നമ്മുടെ ഒരു റെക്കമെൻഡേഷനിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അത് നിങ്ങൾക്കെല്ലാം ഈ ഒരു ഡിസ്മാൻഡ്ലിംഗ് വീഡിയോയിൽ നിന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയുള്ളതൊക്കെ കാണാനായിട്ട് തുണ്ടത്തിൽ റേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.